വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ കയ്യിൽ ഇളനീരും പിന്നെ 2 മുട്ടയുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഒരു ഓംലേറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് കടക്കാൻ കമോൺ. അപ്പോൾ ഗായ്സ് ആദ്യം നമ്മൾ വന്നിട്ട് മറ്റേ ഇളനീര സൈഡൊക്കെ ഒന്ന് ചെത്തണം. അത് ചെത്തി കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചു തരാം എങ്ങനെയെന്ന്. അപ്പോൾ ഗായ്സ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇതേമാതിരിക്ക് നമുക്ക് ഇളനീരൊന്ന് വെട്ടിയെടുക്കണം. പിന്നെ ഇനി കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് ഇനി ഇവിടെ നമുക്ക് ചെറിയ ഒരു ഓട്ട ഇടണം വട്ടത്തിൽ. ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് ഇതേമാതിരിക്കൊന്ന് ഓട്ട ഉണ്ടാക്കുക. പിന്നെ നമുക്കിനി ഓംലേറ്റിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ഗായ്സ് നമുക്ക് സെൻറ്റർ കൂടെ ഇങ്ങനെ ആദ്യം ഇത് ഒന്ന് കുറച്ചെടുക്കുക. സെൻറ്റർ കൂടെ അറിഞ്ഞു കൊടുത്തിട്ട് ചെറിയ ചെറിയ നുറുക്കായിട്ട് മുറിക്കുക. നെക്സ്റ്റ് കുറച്ച് ഉള്ളിയെടുക്കുക. പിന്നെ ചെറിയായിട്ട് നമുക്ക് നുറുക്കിയിടാം. കുറച്ച് ഉള്ളി മതി. അപ്പോൾ ഗൈസ് ഇത് മാത്രമേ ഞാൻ ആവശ്യമുള്ളൂ. കുറച്ച് മുളകും പിന്നെ മുട്ടയും പിന്നെ ഉള്ളിയും പിന്നെ കുറച്ച് ഉപ്പും അത് മാത്രം മതി. നിങ്ങൾക്ക് പെപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ ഇടാം. അപ്പോൾ ഗൈസ് നമുക്കിവിടെ ആദ്യം ചെറുതായിട്ട് മുട്ടയുടെ മേലെ ചെറുതായിട്ടൊന്ന് ഓട്ടിടാം. ഇങ്ങനെ ഓട്ടിട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ സാധനം കാണാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ചെറുതായിട്ട് മേലേക്കൊന്ന് ഓട്ടയത്. പിന്നെ ഡയറക്റ്റ് ഇങ്ങനെ ഇളനീരുടെ ഉള്ളിൽ ഇടാം. ഇതിന് മുട്ട നമുക്ക് 2 മുട്ട ആവശ്യമുണ്ട് ഇതിന്. ഇനി കുറച്ച് ഉള്ളിയും കൂടി ഇട്ടെടുക്കുക. ഇതൊക്കെ കാണാല്ലേ ഞാൻ ഇടുന്നത്. കുറച്ച് ഉള്ളിയും കൂടി നമുക്ക് ഇട്ടെടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക്, ഉപ്പ്, കോഫി തരും. അപ്പൊ ഗൈസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഒരു വടി നല്ല മൂർച്ചാക്കിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഓട്ടയിൽ ഇങ്ങനെ ഫിറ്റ് ഇത് നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. സാധനം സെറ്റായി. ഇനി നമുക്ക് ചുടാൻ പോവാം. കമോൺ. കൈ മാത്രമേ കാണുള്ളൂ. ഇത് സാധനം കാണില്ലേ? അതെ. മഞ്ഞ കട്ടി തൊലി. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ സാധനം തീയിലിട്ട് കൊടുക്കാം.
വെച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ അയക്കണു. ഈ സാധനം നമ്മൾ വെന്തിക്കണില്ലെന്ന് എടുത്തു നോക്കാം. കട്ട് ചെയ്തോളൂ. അപ്പോൾ ഗായ്സ് സാധനം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് വെട്ടി നോക്കാം. പറ്റും സാധനം വെന്തുക്കണമല്ലെന്ന് എനിക്കും നേരങ്ങത്തിൽ അറിഞ്ഞില്ല. ജസ്റ്റ് ഒരു തേങ്ങയുടെ ചെറിയൊരു പുളി എടുത്ത് നമുക്ക് തിന്നു നോക്കാം. അപ്പോൾ ഗൈസ് എൻ്റെ സാധനം തിന്നോക്കാം എങ്ങനെയുണ്ടെന്ന്. തേങ്ങ ടേസ്റ്റ് ഉണ്ട്, പിന്നെ മുട്ടയുടെ പച്ചമണം അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ശരിക്കും ഇത് നല്ല വേഗമുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ട് ഞാൻ അപ്പോൾ ഗൈസ് ഇത് ഒരു തിന്ന് നോക്കുമ്പോൾ മുട്ട അധികം വെന്തിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് ചെറുതായിട്ട് ഒരു ചൈനീസ് ഫുഡിൻ്റെ മാറിക്കുണ്ട്. അവന്മാരാണെങ്കിൽ അധികം പച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കുക. അപ്പോൾ തേങ്ങയും വേഗാത്ത മുട്ടയും പിന്നെ ഉള്ളിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ചെറുതായിട്ട് ഒരു ചൈനീസിൻ്റെ ഫുഡിൻ്റെ മാറിക്ക്. ടേസ്റ്റ് കുഴപ്പമില്ല. നിങ്ങളെന്തൊന്നും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ തന്നെ നിങ്ങൾക്ക് ഇതേമാർക്ക് ഒരുപാട് വീഡിയോസൊക്കെ ഇടാൻ പറ്റും. പക്ഷേ ഇനി ഇതേമാർക്ക് എങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാൻ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അതേമാതിരി ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ബൈ ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ ബൈ.